ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് ബാംഗ്ലൂർ സ്നോ സിറ്റിയിലേക്കാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ സ്നോ സിറ്റിയിലെത്തി. ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഒരു ഫൺ വേൾഡ് അമ്യൂസ്മെൻറ്റ് പാർക്കും കൂടി ഉണ്ട്. പക്ഷേ ഞങ്ങൾ ലേറ്റ് ആയത് കാരണം ഞങ്ങൾ അവിടെ കയറിയില്ല, നേരെ ഞങ്ങൾ സ്നോ സിറ്റിയിലേക്ക്. ഇവിടെ സ്നോ സിറ്റിക്കും അതുപോലെ ഫൺ വേൾഡിനും പാർക്കിംഗ് ഒക്കെ സെപ്പറേറ്റ് പ്ലേസിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ടിക്കറ്റ് കൗണ്ടർ എവിടെയാണെന്ന് നോക്കാം. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ബിൽഡിംഗ് ഒക്കെ കാണാനൊരു പഴയ ബിൽഡിംഗാണ്. എന്തായാലും സ്നോ സിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ അതുപോലെ നമുക്ക് ഐ ലവ് സ്നോ സിറ്റി എന്ന് എഴുതിയ ബോർഡൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും നമുക്കിനി കൗണ്ടറിലേക്ക് പോവാം. വീക്കെൻഡ് അല്ലാത്തത് കൊണ്ട് ഇവിടെ ഇപ്പോൾ കാര്യമായ തിരക്കൊന്നും ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 2:45 ആയി. അപ്പോൾ ഇനി 3:15 സ്ലോട്ടായിരിക്കും ഞങ്ങൾക്ക് കിട്ടുന്നത്. അതെ, അതായത് ഓരോ സ്ലോട്ടും വരുന്നത് 45 മിനിറ്റ് ആണ്. ഇവിടെ അതുപോലെ തന്നെ സ്നോ സിറ്റി അല്ലാതെ കുറേ ഗെയിമിംഗ് സോണ് അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസും കൂടിയുണ്ട്. ഇവിടെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 650, അതുപോലെ ഹോളിഡേയ്സിലാണെങ്കിൽ 750 ആകും. പിന്നെ ഇവിടെ വേറൊരു പാക്കേജ് ഉണ്ട്, അതായത് അൺലിമിറ്റഡ് പാക്കേജ് എന്നിട്ട് 1500. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 1500 പാക്കേജ് ആരും എടുക്കാതിരിക്കുന്നത് നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 40-45 മിനിറ്റ്സ് മാത്രമേ അതിനുള്ളിൽ നിൽക്കാൻ കഴിയും. ഞാനിതിന് മുന്നേ പോയതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് ഇവിടുന്ന് വിസ്മയ ഇതുപോലെ അൺലിമിറ്റഡ് പാക്കേജ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി. ഇനി നമുക്ക് ഇവിടുന്ന് ജാക്കറ്റ്, ഷൂസ്, പിന്നെ ഗ്ലൗസൊക്കെ കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ സോക്സ് ഇടണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അപ്പോൾ സോക്സ് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അവരിവിടെ സോക്സിനും കൂടി ക്യാഷ് ചാർജ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കയറുമ്പോൾ തന്നെ ഇവർ ഞങ്ങളെ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബാർ കോഡ് വെച്ച് സ്കാൻ ചെയ്ത് ഞങ്ങളെ ഫോട്ടോസൊക്കെ പ്രിൻ്റ് ഔട്ട് എടുക്കാം. അപ്പോൾ നമ്മളെല്ലാം റെഡി ആയിട്ട് നിൽക്കുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത സ്ലോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. അതുവരെ ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യണം. അങ്ങനെ അവർ ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്ത് എല്ലാവരും സ്നോ സിറ്റി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള തിരക്കിലാണ്. അപ്പം ഞങ്ങൾക്കും കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഇത്രയും ആളെയൊന്നും കണ്ടില്ല. പക്ഷേ ഇത് ഓപ്പൺ ആവുന്ന സമയമാകുമ്പോൾക്ക് ഇവിടെ നല്ല തിരക്കാണ്. അപ്പോൾ ഇത് നമ്മൾ ഫൈനൽ വാതിലിൻ്റെ അടുത്തെത്തി. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. നമ്മൾ കയറാൻ പോകുന്നതാണ്. വാതിലിൻ്റെ തൊട്ടടുത്തെത്തിയപ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട്. ഇനി അകത്ത് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. കാല് വെച്ചത് മാളും ഒന്ന് സ്ലിപ്പായി, പക്ഷെ ഭാഗ്യത്തിന് വീണില്ല. ഇവിടെ കുറേ ഫൺ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. എല്ലാം ഒന്ന് ട്രൈ ചെയ്യണം. അതറിയുമ്പോൾ ഇപ്പോൾ സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എടുത്തിട്ട് മേലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സ്ലൈഡ് ചെയ്യേണ്ട സാധനം ഞങ്ങൾ താഴേന്ന് എടുത്തിട്ട് മേലെ വരെ കൊണ്ടുപോകണം. അപ്പോൾ റീമോ വരുമ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാം, എന്നിട്ട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു. ഞാൻ സ്ലൈഡ് ചെയ്തൊന്ന വീഡിയോ എന്തായാലും അവൾ എടുത്തിട്ടില്ല, റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി വരും. അപ്പോൾ അവൾ വരുന്ന എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതെന്തായാലും ഞാൻ എടുത്തിട്ട്. എല്ലാവരും നല്ല സ്പീഡിലാണ് വരുന്നത്, മാള് മാത്രം സ്പീഡ് കുറഞ്ഞു പോയി. അതെന്താണാവോ? ഇതൊക്കെ കണ്ട ആ കുട്ടിയൊക്കെ വന്നിട്ട് എന്താ സ്പീഡ്. അടുത്ത നമ്മുടെ ഫ്രണ്ട് കൂടി വരാനുണ്ട്, അത് അവളും എത്തി. അടുത്ത മാളുവിന് സ്റ്റാറ്റസ് ഇടാനൊരു വീഡിയോ വേണമെന്നിട്ട് ഞാൻ അതങ്ങ് എടുത്തു കൊടുത്ത്. അപ്പോൾ അവർ സ്നോഫോളിന് വേണ്ടിയിട്ട് എന്തോ ഒരു സാധനം ഓൺ ചെയ്തിട്ടുണ്ട്, എന്നാന്നറിയില്ല. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ കുറേ ഫോട്ടോ പോയിൻറ്റുകൾ, അതുപോലെ കുറേ ഫോട്ടോഗ്രാഫറുണ്ട്. ഈ ഫോട്ടോസൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് റീൽസിന് വേണ്ടിയിട്ടുള്ള കോപ്രായങ്ങൾ. റീൽസ് വേണമെന്നിട്ട് നമ്മൾ നിർപ്പിച്ചാണ് 2 ക്യാമറമാരെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങൾ ഇറങ്ങി വരുന്നത് ഒരു ഇഗ്ലൂൻ്റെ അകത്തു നിന്നാണ്. ഇത് കാണാനൊരു ഇഗ്ലു പോലെ ഉണ്ട്, പക്ഷേ ഇത് ആക്ച്വലി ഐസൊന്നുമല്ല, പ്ലാസ്റ്റിക്കിനെ കൊണ്ട് ഇവർ ചെയ്തതാണ്. പക്ഷെ കാണാൻ എന്തായാലും ഒരു ഇഗ്ലുവിൻ്റെ ലുക്കിൽ ഇവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഓരോ മോഡലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ പേർ അതുപോലെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. മാളും അതിനുള്ള പോക്കാണ്. പക്ഷെ അതാ അടുത്ത 2ാമത്തെ ഊരിൽ മാള് ഊരിയിട്ടുണ്ട്. അതോടെ മാളുമെല്ലാം താഴേക്ക് ഇറങ്ങി വന്ന് ഫോട്ടോസ് വേണ്ടാന്ന് പറഞ്ഞു. ഊരി വീഴാത്ത സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് മാള് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലം നോക്കി പോകാമെന്ന്. ഇനി നമുക്ക് നോക്കാം എവിടെയെങ്കിലും വീഡിയോസ് എടുക്കാൻ പല സ്ഥലമുണ്ടോയെന്ന്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലമൊന്നും താഴെ കാണാത്തതുകൊണ്ട് ഇനി മേലേക്ക് പോകാമെന്നാണ് നമ്മൾ മേലോട്ട് കയറുന്നത്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ സ്ലൈഡ് ചെയ്യാൻ വേണ്ടി കയറിയ സ്ഥലമാണ്. ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഫുൾ വ്യൂ കാണാൻ കഴിയും. അതെവിടെ ഇപ്പോൾ DJ ലൈറ്റ്സ് ഓൺ ചെയ്തിട്ടുണ്ട്. നല്ല ടൈമിന് നമ്മൾ മുകളിലെത്തിയത് കംപ്ലീറ്റ് ആയത്. നമുക്ക് ഈ സ്നോ സിറ്റി ഫുള്ളായിട്ട് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഇതാണ് ഞാൻ നേരത്തെ വന്ന് സ്ലൈഡ് ചെയ്ത സ്ഥലം. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് എല്ലാവരും സ്ലൈഡ് ചെയ്യുന്നത്. 2 ടൈപ്പിൽ സ്ലൈഡ് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും 2 ഡിഫറെൻ്റ് ആണ്. ഒന്ന് ഇരുന്നിട്ട് പോകുന്നതുകൊണ്ട് അതുപോലെ തന്നെ കിടന്നിട്ട് പോകാൻ പറ്റിയ ടൈപ്പ്. അങ്ങനെ 2 രീതിയിൽ നമുക്ക് ഇവിടുന്ന് സ്ലൈഡ് ചെയ്യാൻ കഴിയും.
ഇനി നമുക്ക് താഴെ കാണുന്ന ഡിസ്കോ ഏരിയയിലേക്ക് പോവാം. റീമോ പറഞ്ഞ പോലെ അൺലിമിറ്റഡ് പാക്കേജ് എടുക്കാത്തത് നന്നായി. ഇപ്പം തന്നെ കാലൊക്കെ തണുത്ത്, ഇനി എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇറങ്ങണം. പിന്നെ ഇവിടെ കാണുന്നത് ആക്ച്വൽ ഐസൊന്നുമല്ല, കാരണം നമ്മളതൊരു ബോൾ പോലെ ഒന്നും ആക്കാൻ നോക്കിയപ്പോൾ പറ്റിയില്ല. എന്തോ ഒരു പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തോ ഒരു മെറ്റീരിയൽ കൊണ്ടുള്ള എന്തോ ഒരു പൗഡർ പോലത്തെ ഒരു സാധനമാണ്. എന്തായാലും ഐസല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാവരും ഒരു അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ സ്നോഫോൾ എക്സ്പീരിയൻസ് ആയിട്ട് ഇവിടെ വന്നാൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഞങ്ങൾ 45 മിനിറ്റ്സ് സ്ലോട്ട് തീരുന്നതിന് മുന്നേ ഞങ്ങൾ പുറത്തിറങ്ങി. കാലൊക്കെ തണുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞങ്ങളെ കൂടെ വന്നവർ അതിനു മുന്നേ ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. താല്പര്യമുള്ളവർ എന്തായാലും സ്നോ സിറ്റി വിസിറ്റ് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.